മുസ്ലിം ലീഗിൻ്റെ തളർച്ചയ്ക്ക് കാരണക്കാരൻ മുസ്ലിം ലീഗിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് കുറേ ആളുകളുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗ് അബ്ദുറഹ്മാൻ ബാപ്പയ്ക്ക് തങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ പ്രസ്ഥാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം പാണക്കാട് PMS പുക്കാത്തങ്ങളാണ് അതിൻ്റെ പ്രസിഡൻ്റായിരുന്നത്. അത് പാണക്കാട്ടേക്ക് കൊയിലാണ്ടിയിൽ നിന്ന് പാണക്കാട്ടേക്ക് പ്രസ്ഥാനം പറിച്ചു നടുകയായിരുന്നു. പിന്നെ അവിടെ വെച്ച് ആ പ്രസ്ഥാനത്തെ അർഹതപ്പെടാത്ത പലരും കയറി അതിനെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ച വേണമെങ്കിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് വളരെയധികം അനുകൂലിക്കുന്ന പല പ്രവർത്തകരുമുണ്ട്. അവർക്ക് മുസ്ലിം ലീഗിന് ആവശ്യമാണെങ്കിൽ ഈ പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ടുപോയ നേതാക്കളെ മാറ്റി നിർത്തുകയേ പറ്റുള്ളൂ. പിന്നെ മുസ്ലിം ലീഗിനെ പറ്റി പറയുമ്പോൾ ഞങ്ങളെ അബ്ദുറഹ്മാൻ ബാപ്പയ്ക്ക് തങ്ങളുടെ കുടുംബമാണ് ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ അടിവേര്. പ്രസ്ഥാനം തുടങ്ങി വെച്ചത് കൊയിലാണ്ടിയിൽ വെച്ചാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ വളർച്ചയിലും കൊയിലാണ്ടിയിലുള്ള അബ്ദുറഹ്മാൻ ബാപ്പയ്ക്ക് തങ്ങളും അദ്ദേഹത്തിൻ്റെ അനിയൻ ആഷിം ബാപ്പയ്ക്കയുടെയും എൻ്റെ ബാപ്പ ഉമ്മർ ബാപ്പയ്ക്ക് തങ്ങളിലേക്കും ഒരുപാട് ത്യാഗോജ്വലമായ കഥയാണ് ഈ പ്രസ്ഥാനം ഇത്രയും വലിയ വളർച്ചയിലേക്ക് വരാൻ കാരണം. ആ പ്രസ്ഥാനത്തിന് പലരും പാണക്കാട് കൊണ്ടുപോയി അവർ പാണക്കാട് തങ്ങന്മാർ നല്ലവരായ തങ്ങന്മാരായിരുന്നു. അവരിപ്പോഴും നല്ലവരായ തങ്ങന്മാരാണ്. അവരിൽ നിന്ന് പലരും അത് ഹൈജാക്ക് ചെയ്ത് മാറ്റിക്കഴിഞ്ഞു. ഇനി മുസ്ലിം ലീഗിൻ്റെ അനുയായികൾ അത് മനസ്സിലാക്കണം. ഈ പ്രസ്ഥാനം നിലനിർത്തണമെങ്കിൽ ഇവരെ പോലുള്ള ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയ നേതാക്കളെ നിങ്ങൾ കരുതിയിരിക്കണം. ഒരു സ്ഥാനത്തും എവിടത്തും ഞങ്ങളുടെ കുടുംബമോ ഞങ്ങളെ വേണ്ടപ്പെട്ടവരോ ഇല്ല. കാരണം അബ്ദുറഹ്മാൻ ബാപ്പയ്ക്ക് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പോലും ഒരു സംസ്ഥയിലോ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും കമ്മിറ്റിയിലോ ഇതുവരെ കയറാൻ അനുവദിച്ചിട്ടില്ല. എന്താ കാരണമെന്ന് അത് എത്ര ചോദിച്ചാലും അതിനൊരു മറുപടിയില്ല. അത് അവർ അർഹതപ്പെട്ടവരല്ല എന്നാണ് ഇവരിൽ നിന്ന് മറുപടി കിട്ടത്. കാരണം എന്താണെന്ന് അവരോട് വീണ്ടും വീണ്ടും ചോദിച്ചാലും ഇത് തന്നെ മറുപടി. ഇപ്പോൾ ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം ഞാൻ ഉമ്മർ ബാപ്പയ്ക്ക് തങ്ങളുടെ ഹാരിസ് ബാപ്പയ്ക്ക് എനിക്ക് കേരള മദ്രസ ക്ഷേമ നിധിയിലേക്ക് നോമിനിയായി എന്നെ ഗവൺമെൻറ് അംഗീകരിച്ചു. എൻ്റെ കുടുംബത്തിൽ ആദ്യമാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു അംഗീകാരം കിട്ടുന്നത്. അത് ഞങ്ങളുടെ കുടുംബത്തിൽ എത്രയോ അംഗീകാരങ്ങൾ തേടി വരേണ്ടതാണ്. ഇതെല്ലാം പലരും അവഗണിച്ചതിൻ്റെ ഫലമായിട്ട് ഒന്നും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിട്ടില്ല. ഞങ്ങളെല്ലാവരും നിരാശരാണ്. അതിൻ്റെ തെളിവുകൾ പലതും ഇന്ന് കണ്ടു തുടങ്ങിയിരിക്കുന്നു പല സ്ഥലത്തും. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങളെ 39-ാം വാർഡിൽ പോലും അതിൻ്റെ അലയടി നടന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇനിയെങ്കിലും ഇവർ ഞങ്ങളെ വാപ്പ വെള്ളിപ്പ ഇവരെല്ലാം ഒന്ന് ഓർക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അവരെ കുടുംബത്തിനും അവരെ വേണ്ടപ്പെട്ടവർക്കും ഇത് വീതിച്ചു കൊടുക്കുകയാണ്. എങ്ങോട്ട് അവരെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും മന്ത്രി അല്ലെങ്കിൽ MLA അല്ലെങ്കിൽ അങ്ങനത്തെ ബോർഡ് ചെയർമാൻ എന്ത് പോസ്റ്റ് വരുന്നത് അവർക്ക് മാത്രം. ഈവൻ ഒരു ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് പോലും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരുമില്ല. ഒരു സംസ്ഥാന മുസ്ലിം ലീഗ് പ്രവർത്തനം എൻ്റെ ജ്യേഷ്ഠൻ അഹമ്മദ് ബാപ്പയ്ക്ക് എടുത്തിട്ടുണ്ട്. ആകെ മുസ്ലിം ലീഗിൻ്റെ ഇന്നൊരു ബാപ്പയ്ക്ക് കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ അഹമ്മദ് ബാപ്പയ്ക്കാണ്, എൻ്റെ ജ്യേഷ്ഠൻ. ഇനിയും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കേണ്ട കഥകളല്ല. ഞങ്ങൾ കാണുന്ന ഒരുപാട് പ്രയാസങ്ങൾ കണ്ടാണ് ഞങ്ങളൊക്കെ വളരുന്നത്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് ഞങ്ങളെ വാപ്പയെല്ലാം ഉമ്മർ വാപ്പയ്ക്ക് ഞങ്ങളെ വാപ്പയെല്ലാം രാവിലെ തൊട്ട് ഞങ്ങളെപ്പോലും ഞങ്ങളോട് കുടുംബത്തിൽ അധികം കൊടുക്കാതെ ലീഗിന് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. ആ മനുഷ്യനെയൊന്നും ഇവർ മറന്നുപോയിട്ടുണ്ട് പല നിലക്കും. ഇന്ന് കൊയിലാണ്ടിയിലല്ല കോഴിക്കോട് ജില്ലയിൽ പോലും എൻ്റെ വാപ്പ ഉമ്മർ ബാഫിക്കിൻ്റെ പേരിൽ ഒരു ബസ് സ്റ്റോപ്പിന് പോലും ഇവരൊരു പേരിട്ടില്ല എന്നത് വലിയൊരു അവഗണനയാണ്. അദ്ദേഹം അതിനൊന്നും ആഗ്രഹിച്ച മനുഷ്യനല്ല. എങ്കിലും അതെല്ലാം കാണേണ്ടിയവർ കണ്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർക്ക് പുതിയ തലമുറയിലെ ഏത് ആളുകളെ കിട്ടിയാൽ അവരെ വെച്ച് ഇലക്ഷനിൽ വോട്ട് കിട്ടുമോ അല്ലെങ്കിൽ സ്ഥാനം കിട്ടുമോ എന്ന് നോക്കിയാണ് ഇപ്പോഴത്തെ പല നേതാക്കളും പ്രവർത്തിക്കുന്നത്. ഒരു പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പലരും അങ്ങനെയാണ് ചെയ്ത്